എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം. നച്ചോരഹാര്യം നജരാജഹാര്യം നഭ്രാതൃഭാജ്യം നജഭാരകാരി വ്യയേ കൃതേ വർദ്ധതേവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. എല്ലാ ധനത്തെക്കാളും ശ്രേഷ്ഠമായ ധനം ഏതാണ് ചോദിച്ചാൽ അത് വിദ്യയാകുന്ന ധനമാണ് എന്ന് പറയുന്നു. ഈ വിദ്യ, ഒരുവിന് വിദ്യ ഉണ്ടായാൽ അത് കള്ളന്മാർക്ക് കട്ടുകൊണ്ടുപോകാൻ സാധ്യമല്ല, രാജാക്കന്മാർക്ക് കപ്പം നൽകേണ്ടതില്ല, സഹോദരങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കേണ്ടതില്ല. ആ വിദ്യ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അത് നമുക്ക് യാതൊരു ഭാരവുമാകുന്നില്ല. പിന്നെന്താ? അചോരഹാരം നജരാജഹാരം നഭ്രാതൃഭാജ്യം നചഭാരകാരി വേഗൃതേ ചെലവഴിക്കുന്തോറും വേഗൃതേ വർദ്ധനയേവ നിത്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഉപകാരമായിട്ട് മാറുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കും. അപ്പോൾ നമുക്കും അറിവ് കൂടി വരും. അതുകൊണ്ട് വിദ്യയാകുന്ന ധനമാണ് എല്ലാ ധനത്തെക്കാളും ശ്രേഷ്ഠം എന്ന് ഈ ഒരു സുഭാഷിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നചോരഹാര്യം നജരാജഹാര്യം നഭ്രാതൃഭാജ്യം നജഭാരകാരി ഏകൃതേ വർദ്ധതേവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. നന്ദി, നമസ്കാരം.